നമസ്കാരം. 400 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സംഘത്തിനും വലിയ തിരിച്ചടിയാണ് ഈ രാജ്യം നൽകിയത്. അതിൽ ഇന്ത്യ മുന്നണിയുടെ ഐക്യം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയും ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താനുള്ള KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ നീക്കങ്ങളും വിജയം കണ്ടില്ലായിരുന്നുവെങ്കിൽ BJP അവകാശപ്പെട്ടതുപോലെ 400-ലധികം സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി അവർക്ക് സമഗ്രാധിപത്യം നടത്താനുള്ളൊരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടായേനെ. അങ്ങനെ ഒരു ആധിപത്യം നഷ്ടമായതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും BJP ഇന്ന് നേരിടുന്നുണ്ട്. ലോക്സഭയിൽ വിചാരിച്ചതുപോലുള്ള പ്രകടനം നടത്താനാകാത്തതിന് പിന്നാലെ സംസ്ഥാനങ്ങളിലും വലിയ തിരിച്ചടി കിട്ടുമെന്നാണ് BJP ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്, ഭയപ്പെടുന്നത്. അതിന് നിരവധി കാരണങ്ങളുണ്ട്. ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് ഏറ്റവും പ്രധാനമായി ഹരിയാനയിലാണ്. ഹരിയാന BJPയുടെ കൈവെള്ളയിലുള്ള സംസ്ഥാനമാണ്. അവിടെ ഇപ്പോൾ ഭരിക്കുന്നത് BJP ആണ്. BJPക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് ആ സംസ്ഥാനത്തുണ്ടാകും എന്ന് BJP വല്ലാതെ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കാര്യങ്ങൾ മാറി മറിയുകയാണ്. BJPയിൽ നിന്ന് കൂട്ടരാജിയാണ് കോൺഗ്രസിലേക്ക് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഹരിയാനയിൽ മുൻ മന്ത്രിമാർ, പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥാനത്തുള്ളവർ, അതുപോലെ തന്നെ മുൻ MLA-മാർ ഉൾപ്പെടെ 20-ലധികം പേർ ഒറ്റയടിക്ക് ഹരിയാനയിലെ BJPയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു. 67 സ്ഥാനാർത്ഥികളെ BJP പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹരിയാനയിൽ. പക്ഷേ അതിൽ BJPയുടെ പ്രമുഖരായ പല നേതാക്കളും ഉൾപ്പെട്ടിട്ടില്ല. ഈ നേതാക്കൾ സീറ്റ് കിട്ടാത്തതിൽ പ്രതിഷേധിച്ചും അതോടൊപ്പം പാർട്ടി നേതൃത്വത്തിൻ്റെ മറ്റു നിലപാടുകളിൽ പ്രതിഷേധിച്ചും കൂട്ടമായി രാജിവെക്കുകയാണ്. അവർ പ്രധാനമായും ചെല്ലുന്നത് കോൺഗ്രസിലേക്കാണ്. കോൺഗ്രസിനെ ഒരു അഭയ കേന്ദ്രമായി ഇപ്പോൾ രാജ്യത്തെ BJP വിരുദ്ധ നേതാക്കൾ അല്ലെങ്കിൽ BJPയിൽ നിന്ന് സഹികെട്ട് പോകുന്ന പ്രമുഖർ ഒക്കെ കാണുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പുനിയയും അടക്കമുള്ള കായിക താരങ്ങൾ അവർ നീതിക്ക് വേണ്ടി നടത്തിയ സമരം, അതിന് BJP നേരിട്ട വിധം, അവർ ഇപ്പോൾ കോൺഗ്രസിൽ അംഗത്വമെടുത്തിരിക്കുകയാണ്. ഹരിയാന തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കുകയാണ്. കർഷക കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്. ഹരിയാന എന്ന് പറയുന്നത് കർഷക പ്രാതിനിധ്യമുള്ള വോട്ടർമാരാൽ സമ്പന്നമായ സംസ്ഥാനമാണ്. കർഷക സമരം ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ഹരിയാന. കർഷകരും ഈ പറയുന്ന BJPയിൽ നിന്ന് വിട്ടുപോകുന്ന വിമതരും സാധാരണക്കാരായ ജനങ്ങളും ഒക്കെ ചേർന്ന് ഹരിയാന എന്ന സംസ്ഥാനം കാവിമുക്തമാക്കുമെന്ന വ്യക്തമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പുനിയയും ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി ജനവിധി തേടാൻ പോവുകയാണ്. അവർ രാഹുൽ ഗാന്ധിയുമായി ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് അവർക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയത്. വിനേഷ് ഫോഗട്ടിന് ഒളിമ്പിക്സിൽ എന്താണ് സംഭവിച്ചതെന്നും അതിൻ്റെ ദുരൂഹതകളും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും അതിനുശേഷം വിനേഷ് ഫോഗട്ടിനെ അപമാനിച്ചതുമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അത് ഒരു വിഷയമായി തന്നെ രാജ്യം ചർച്ച ചെയ്യുന്നതാണ്. അദ്ദേഹം കോൺഗ്രസിനൊപ്പം നിൽക്കുകയാണ്. അതുപോലെ തന്നെ ബജ്രംഗ് പുനിയയും ആരാണ്, ആ സമരമുഖത്ത് അവരെന്തായിരുന്നു എന്നെല്ലാം നമ്മൾക്കറിയാം. അപ്പോൾ അവരും കോൺഗ്രസിനൊപ്പം ചേരുകയാണ്. BJPക്കെതിരെ നിരന്തരമായി കായിക താരങ്ങളായിരിക്കുമ്പോൾ ശബ്ദമുയർത്തിയവർ ഒടുവിൽ നീതി കിട്ടാതെ അവഹേളനങ്ങളിൽ മനമെടുത്ത് BJPക്കൊപ്പം ചേരുന്നു. അവർ ഹരിയാനയിൽ നിർണായക സ്ഥാനാർത്ഥികളായിരിക്കും. അവർ നടത്തുന്ന ക്യാമ്പയിൻ ഹരിയാനയിൽ കത്തിക്കയറും. കർഷക കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്. കർഷകരൊരു വശത്ത് സമരത്തിലുണ്ട്. ഇവരെല്ലാം ചേരുമ്പോൾ അതിശക്തമായ മുന്നേറ്റം കോൺഗ്രസിന് നടത്താൻ കഴിയും. അതോടൊപ്പം കഴിഞ്ഞ ദിവസം ദേശ് കാ വേർഡിക്റ്റ് എന്ന് പറയുന്ന ഒരു സർവേ പുറത്തു വന്നു. ആ സർവേയിൽ 56 മുതൽ 60 സീറ്റുകൾ വരെ കോൺഗ്രസിന് കിട്ടും എന്ന് പ്രതീക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രവചിക്കുമ്പോൾ, അതായത് 48% വരെ സംസ്ഥാനത്തെ വോട്ടുകൾ, പോൾ ചെയ്യപ്പെട്ട വോട്ടുകളിലെ 48% കോൺഗ്രസിന് കിട്ടുമെന്ന് പറയുമ്പോൾ BJPക്ക് 32 സീറ്റുകൾ വരെ പരമാവധി കിട്ടുകയുള്ളൂ എന്നാണ് ഈ ഏജൻസി പ്രവചിക്കുന്നത്. ആകെയുള്ള 90 സീറ്റിൽ 60-ലധികം സീറ്റുകൾ കോൺഗ്രസ് നേടി വലിയ വിജയം ഉണ്ടാക്കും എന്നാണ് ഈ പ്രവചനത്തിൻ്റെ അടിസ്ഥാനം.
അതായത് കോൺഗ്രസ് BJP എന്നീ രണ്ട് പാർട്ടികളിലായി ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ചുരുക്കപ്പെടുകയാണ് എന്നുകൂടി ഈ സർവേയിൽ പറയുന്നുണ്ട്. അതായത് BJPക്കൊത്ത എതിരാളി ഇന്ത്യ മുന്നണി, അതിലുപരി കോൺഗ്രസ് എന്ന സംസ്ഥാനങ്ങൾ ഓരോന്നായി വിധി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കർണാടകയിലും തെലങ്കാനയിലും ഒക്കെ നമ്മൾ കണ്ട അതേ സാഹചര്യം, അല്ലെങ്കിൽ അതിനേക്കാൾ കുറെ കൂടി രൂക്ഷമായ നിലയിൽ നേരെ BJPക്കെതിരെ ഹരിയാനയിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ആഞ്ഞടിക്കാൻ പോകുന്നു എന്നാണ് ഈ സർവേയിൽ വ്യക്തമാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങളിൽ ആം ആദ്മി പാർട്ടി സ്വന്തം നിലയ്ക്ക് കോൺഗ്രസിനെതിരെ സ്ഥാനാർത്ഥികളെ നിർത്തും, ഇന്ത്യ മുന്നണി എന്ന നിലയിൽ മത്സരിക്കില്ല എന്നൊക്കെ വാർത്തകൾ വന്നിരുന്നു. പക്ഷേ അത് തിരുത്തി കുറിച്ചുകൊണ്ട് ഇന്ന് പുതിയ വാർത്തകൾ വന്നിരിക്കുന്നു. കോൺഗ്രസും ആം ആദ്മി പാർട്ടിയുമായി ഹരിയാനയിൽ തർക്കം പരിഹരിക്കാൻ ചർച്ച തുടങ്ങിയിരിക്കുന്നു. അതായത് കോൺഗ്രസിനെ തളർത്താൻ, ഇന്ത്യ മുന്നണിയെ തളർത്താൻ, ഇന്ത്യ മുന്നണി എന്നല്ലാതെ വെവ്വേറെ ഈ പാർട്ടികൾ മത്സരിച്ചാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന ആഘാതം വളരെ വലുതായിരിക്കുമെന്നും BJPക്ക് കുറെ കൂടി ജയിക്കാൻ സാധ്യത കൊടുക്കുന്ന വിധത്തിലായിരിക്കും ആ ഒരു തീരുമാനമെന്നും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയും ഇപ്പോൾ സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥികൾ നിർത്തും എന്ന തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയി കോൺഗ്രസുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാവുകയാണ്. ഇതാണിപ്പോൾ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം. അതായത് ചെറുകക്ഷികളായിക്കൊള്ളട്ടെ, പ്രാദേശിക പാർട്ടികളായിക്കൊള്ളട്ടെ, BJP വിരുദ്ധ ചേരിയിൽ നിൽക്കുന്നവരാണ് എങ്കിൽ അവർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട്, അവർ ചേർന്ന് നിന്നുകൊണ്ട് അവർ BJPക്കെതിരെ മത്സരിക്കുന്നു, വിട്ടുവീഴ്ചകൾ നടത്തുന്നു. അങ്ങനെ BJPയെ ഘട്ടമായി ഈ കാണുന്ന അപ്രമാദിത്വത്തിൽ നിന്ന് താഴേക്കിറക്കാമെന്നും BJPയുടെ കരുത്ത് ഇല്ലാതാക്കാമെന്നും ആ പാർട്ടിയെ അധികാരത്തിൽ നിന്ന് ഇറക്കാൻ കഴിയുമെന്നുമുള്ള ആത്മവിശ്വാസം ഇന്ത്യ മുന്നണി എന്നൊരു സംവിധാനത്തിനുണ്ടായിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ പങ്ക് വളരെ വലുതാണ്. രാഹുൽ ഗാന്ധിയിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പുനിയയും ഒക്കെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇത് മാത്രമല്ല, BJPയിൽ നിന്ന് രാജിവെച്ച 20-ലേറെ നേതാക്കൾ അവരും പോകുന്നത് പതിയെ കോൺഗ്രസ് ലാവണങ്ങളിലേക്കാണ്. അതായത് വലിയ മാറ്റം ഈ രാജ്യത്തുണ്ടാവുകയാണ്. BJPക്കെതിരെ ഒരു വലിയ ശക്തി ഇവിടെ വളർന്നു വരുന്നുണ്ട്. ഒരു വലിയ ടീം BJPക്കെതിരെ ഫോം ചെയ്തിട്ടുണ്ട്. അവർ ശക്തരാണ്. എന്നാലോചിച്ച് നോക്കുക, ബീഹാറിൽ നിന്ന് തേജസ്വി യാദവ്, അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി, അഖിലേഷ് യാദവ്, മമതാ ബാനർജി, MK സ്റ്റാലിൻ, അങ്ങനെ സംഘപരിവാറിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന, ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാത്ത, ഈ കെജ്രിവാളിനെ പോലെയൊക്കെ ജയിലിൽ പോയി കിടക്കുന്നവരായാലും ആ ഘട്ടത്തിലും ആത്മവിശ്വാസം ചോരാതെ BJPക്കെതിരെ പോരാട്ട വീര്യവുമായി രംഗത്തിറങ്ങുന്ന നേതാക്കൾ ഒരുപാട് പേർ കൂടിച്ചേർന്ന് കെട്ടുറപ്പോടെ നിൽക്കുമ്പോൾ അമിത്ഷായുടെയും മോദിയുടെയും ഒക്കെ പ്രഭാവം നഷ്ടമാകുന്നു, കുറയുന്നു. രാജ്യത്തെ ജനങ്ങൾ, ചിന്തിക്കുന്ന ജനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെയും BJPയുടെയും ഒക്കെ നയങ്ങളിൽ ദുരിതമായി മാറി ജീവിതം ദുരിതക്കയത്തിലേക്ക് തള്ളിപ്പോയ ആളുകളൊക്കെ ഇപ്പോൾ കോൺഗ്രസിലേക്കും ഇന്ത്യ മുന്നണിയിലേക്കും ആകൃഷ്ടരാകുന്നു. ഇവർക്കൊരു ശക്തിയുണ്ട്, ഇവർക്കൊരു പവറുണ്ട്. രാഹുൽ ഗാന്ധി വിചാരിച്ചാലും പലതും നടക്കും എന്ന വിശ്വാസം, ബോധ്യം എല്ലാവർക്കും ഉണ്ടാവുകയാണ്. അതാണ് ഇപ്പോൾ വരുന്ന ഈ മാറ്റങ്ങൾക്ക് പിന്നിൽ. ഹരിയാന കയ്യിൽ നിന്ന് പോയാൽ, തൊട്ടു പിന്നാലെ നടക്കുന്ന, അതോടൊപ്പം തന്നെ നടക്കുന്ന മഹാരാഷ്ട്രയിൽ കയ്യിൽ നിന്ന് പോയാൽ, കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരണ നഷ്ടം BJPക്കും NDAയ്ക്കും ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അത് ഇന്ത്യ മുന്നണിയുടെ ഒരു വലിയ കുതിപ്പിലേക്ക് കാര്യങ്ങളെ എത്തിക്കും, സംശയം വേണ്ട.